അവരുകൾ ആ സന്ദേശത്തിൽ സൂചിപ്പിക്കുന്നത്. എത്ര പ്രധാനപ്പെട്ടത്. ഉമർ റളിയല്ലാഹു അൻഹു സ്വഭയംസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നിൽ നിന്ന് കഠാരി കൊണ്ട് കുത്തി വീണു. രക്തം ധാരധാരയായി പ്രവഹിക്കുകയാണ്. ബോധരഹിതനായി, ബോധമില്ല. കുറെ കഴിഞ്ഞ് ബോധം വന്നതിന് ശേഷം സ്വഭയംസ്കരിക്കുകയാണ്. നിസ്കാരം എന്തായി എന്ന് അന്വേഷിച്ചു. അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്തു. ഉടനെ അന്നുള്ള വൈദ്യന്മാരെ കൊണ്ടാന്നു. ആ മുറിയൊക്കെ തുന്നിക്കെട്ടി. എന്നിട്ട് കുറച്ച് പാല് കൊണ്ടുവരാൻ പറഞ്ഞു. പാല് കൊണ്ടുവന്നു. ആ പാല് വായയിൽ ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഈ പാല് ഈ മുറിയിൽ കൂടി പുറത്തു വരുന്നുണ്ടോ എങ്കിൽ ഇദ്ദേഹം ജീവിച്ചിരിക്കുകയില്ല, അല്ലെങ്കിൽ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. പാല് കൊടുത്തപ്പോ ആ പാല് പൂർണ്ണമായും മുറിയിൽ കൂടി ഇങ്ങോട്ട് പുറത്തു വന്നു. ഉമർ റളിയല്ലാഹു എന്നെ ഉറപ്പിച്ചില്ലേ ഇനി ഈ ലോകത്ത് ജീവിതമില്ലാന്ന്? ഉറപ്പിച്ചു. ഉടനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഖബറിന്റെ സ്ഥലം അന്വേഷിച്ചു കൊണ്ടയച്ചു. ആ സംഭവമൊക്കെ എല്ലാവരും അറിയുന്നതല്ലേ. അങ്ങനെ സക്കറാത്തുൽ മൗത്തിൽ മരണം ഉറപ്പിച്ച് കിടക്കുകയാണ് ആ മഹാൻ. ആ സന്ദർഭത്തിൽ അടുത്ത് കുറച്ച് ദൂരെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, തുണി കയറ്റി കൊടുക്കുക എന്ന് പറഞ്ഞു. തുണി നെരിയാണി വിട്ട് താഴ്ന്നിട്ടുണ്ട്, അത് കയറ്റി കൊടുക്കുക എന്ന് ഉമർ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. നോക്കൂ, അതാണ് അവസ്ഥ. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? അംറു ബിൽ മഅറൂഫ് എന്ന് പറയുന്ന ആ നഹ്യു അനിൽ മുൻകർ അത് തീരെ പോയി. ഇങ്ങനെയുള്ളൊരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ നന്നാകാനുള്ള ഒരൊറ്റ മാർഗം എന്താണ്? നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ചെയ്ത വലിയ നിഅമത്താണ് മഹാനായ ഉസ്താദ് അവറുകൾ. ഞാനത് മുഖത്ത് നോക്കി പറയുക, അങ്ങനെ മുഖത്ത് നോക്കി പറയാൻ പാടില്ല. പക്ഷേ മുഖത്ത് നോക്കി പറയല് വുജൂബാണ്. ആരെങ്കിലും ഉസ്താദുമാരല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിടൂല. മുഖത്ത് നോക്കിയിട്ട് പറയല് വുജൂബാണ്. കാരണം നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയ ഒരാളാണ്. അത് പിന്നെ മുമ്പിലുണ്ടായാല് പിന്നെ മുഖത്ത് നോക്കിയിട്ടല്ലാതെ പിന്നെ എവിടുന്നാ പറയല്? നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയ ഒരാൾ. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഉസ്താദ് അവരുടെ സിൽസില പറയുകയുണ്ടായി അല്ലേ? കണ്യാല ഉസ്താദ്, അത് ആർക്കും ആ കാര്യത്തിൽ ഉറപ്പുണ്ടാവില്ല. രണ്ടിന്റെ പകുതി ഒന്നാണ് എന്നതുപോലെ ഉറപ്പാണ് കണ്യാല ഉസ്താദ്. പിന്നെ ഒരു മുർഷിദായ ശൈഖാണ്, മുറബ്ബിയായ ശൈഖാണ്, അള്ളാന്റെ വലിയാണ് എന്നുള്ളത് രണ്ടിന്റെ പകുതി ഒന്ന് എന്നതുപോലെ ഉറപ്പാണ്. ആ മഹാനായ ശൈഖിന്റെ ഖലീഫയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ നമുക്കെന്താണ് ഉറപ്പിക്കുന്നതിന്? അപ്പോൾ നമുക്ക് വുജൂബാണ് എന്തേ? ഒരു മുറബ്ബിയായ ശൈഖിന്റെ പിന്നിൽ കൂടല്, അദ്ദേഹത്തിന്റെ ആ ശിക്ഷണം അനുസരിച്ച് തന്നെ നീങ്ങാന്നുള്ളത് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാഭാഗ്യമാണ്. അത് എല്ലാവർക്കും ഫറള് ഐനാണ് എന്നാണ് ഗസാലി ഇമാം പറഞ്ഞത്. ഫറള് ഐന്. അപ്പൊ എല്ലാവരും നമ്മൾക്ക് അള്ളാഹു തന്ന ആ മഹാഭാഗ്യം പലരും ഒളിഞ്ഞു കിടക്കുകയാണ്. പക്ഷെ എല്ലാരെയും ഒളിപ്പിച്ചു വെച്ചാൽ പറ്റൂലല്ലോ, അള്ളാഹ്ക്കറിയാലോ. അങ്ങനെ ചിലരെ നമുക്ക് അള്ളാഹു വെളിവാക്കി തന്നാണ്, അതിൽ സംശയമില്ല. അല്ലെങ്കിൽ ഈ ദീൻ ഇവിടെ നിലനിൽക്കുകയില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ദീൻ ഇവിടെ നിലനിർത്തും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്തത്. ഒരു വിഭാഗം ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. അത് ശരിക്ക് മനസ്സിലാക്കി എല്ലാവരും ഈ സന്ദർഭത്തിൽ എല്ലാവരോടും ഉപദേശിക്കുകയാണ്. നേരെ മഹാനവറുകളുടെ അടുത്ത് നിന്ന് കിതാബ് ഓതി സെനത് വാങ്ങിയ 200-ൽ ചില്ലാനം ആളുകൾ അവർ മഹാഭാഗ്യവാന്മാരാണ്. അവരൊരിക്കലും തന്നെ ഉസ്താദ് അവറുകളെ വിടരുത്. കാരണം നിങ്ങളെല്ലാം ഭാവിയിൽ ഇവിടെ ഈ സമുദായത്തെ നിയന്ത്രിക്കേണ്ടവരാണ്. ഈ സമുദായത്തെ നിയന്ത്രിക്കാൻ അത്തരം ആലിമീങ്ങൾക്ക്, ഉസ്താദിനെ പോലെയുള്ള ആളുകൾക്ക്, അവരുടെ ശിക്ഷണം നേടിയ ആളുകൾക്കല്ലാതെ സാധിക്കുകയില്ല എന്നുള്ളത് ഒരു പരമാർത്ഥം മാത്രമാണ്. ഇവിടെ ദീൻ നടത്തിപ്പുകാരൊക്കെ പലരുമുണ്ട്. അവരുടെയൊക്കെ സംബന്ധിച്ച് ഒരു ശരിയായ പോസ്റ്റ്മോർട്ടം നടത്തിയാലാണ് നമുക്ക് കാര്യം തിരിയുക. അള്ളാഹു കാക്കട്ടെ. നമുക്ക് ഉസ്താദ് അവരുടെ ആദ്യത്തെ ദുആ മതി. ഇനിയും ദുആരക്കും. അതുപോലെയുള്ള മഹാന്മാരുടെ ദുആ കൊണ്ട് മാത്രമാണ് ഈ ലോകം ഇവിടെ ബാക്കിയാകുന്നത്. അതുകൊണ്ട് ഈ സ്ഥാപനത്തെ എല്ലാവരും ഉള്ളഴിഞ്ഞ് സഹായിക്കണം. അള്ളാഹു ചെയ്ത വലിയ നിഅമത്ത്, വലിയ വലിയ ഹോജാക്കള് നേതാക്കളെ ഒക്കെ കൊണ്ടുവന്നാൽ ഇത്ര ആളെ കൂട്ടാൻ വേണ്ടി കഴിയില്ല. ഇവിടെ ഒന്നുമില്ല. ഉസ്താദ് അവരുടെ ആ ദുആ മാത്രം ആശിച്ചു വരുന്നത്. അത് സ്വാഗത പ്രാസംഗം പറഞ്ഞതുപോലെ ഉദ്ഘാടനം കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ നാട്ടിലേക്കുള്ള വാഹനം വിളിക്കുന്ന തിരക്കാണ്. എന്നാൽ ഇവിടുന്ന് ആരും ഉസ്താദ് സലാത്ത് ചൊല്ലിയിട്ട് അവസാനം പിരിച്ചുവിട്ടാലേ പോവുള്ളൂ. ഇതൊക്കെ തന്നെ
ഇത് വലിയ ഒരു അത്ഭുതമാണ്. ഈ അത്ഭുതവും ഭാഗ്യവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹളായ ഫള് കൊണ്ട് നമുക്കെന്നും നിലനിർത്തി തരട്ടെ. മഹാനായ ഉസ്താദ് അവരുടെ ആ സാന്നിധ്യവും ആ മുഖത്ത് നോക്കിയിരിക്കാനുള്ള ഭാഗ്യവും ഒക്കെ വളരെ ദീർഘകാലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.